നിർദ്ദിഷ്ട ആലുവ കോതമംഗലം 4 വരിപ്പാത നെല്ലിക്കുഴി ടൗണിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഫർണിച്ചർ വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടു. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ ആലുവ കോതമംഗലം റോഡാണ് 4 വരിപ്പാതയായി വികസിപ്പിക്കുന്നത്. ഫർണിച്ചർ വ്യാപാര വ്യവസായ കേന്ദ്രമായ നെല്ലിക്കുഴി ടൗണിനെ റോഡ് വികസനം കാര്യമായി ബാധിക്കും. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും പറിച്ചു നടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക. ഇക്കാര്യത്തിൽ ഫർണിച്ചർ മേഖലയിലെയും മറ്റു മേഖലകളിലെയും വ്യാപാരികൾ ആശങ്കയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന ഫർണിച്ചർ വ്യാപാരത്തെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാകണം റോഡ് വികസനമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതി നെല്ലിക്കുഴി യൂണിറ്റിന്റെ ആവശ്യം. വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം വേണമെന്നും സമിതി ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KM പരീദ്, സെക്രട്ടറി NB യൂസഫ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രവും അതോടൊപ്പം തന്നെ നിരവധിയായ ഷോപ്പുകളും ഉള്ളതാണ് നെല്ലിക്കുഴി. നെല്ലിക്കുഴിയുടെ നിർദ്ദിഷ്ട പാത കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട സാധാരണക്കാരായ കച്ചവടക്കാർക്കും എല്ലാം തന്നെ വളരെ ആശങ്കയുണ്ട്. ഇതിലെ കടന്നു പോകുന്ന പാത 2-2.5 വർഷക്കാലത്തോളം നെല്ലിക്കുഴി ജംഗ്ഷൻ സ്തംഭിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആയതിനാൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടപ്പാക്കുന്ന മതിയായ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് മതിയായ രൂപത്തിൽ കിട്ടുകയും അതോടൊപ്പം തന്നെ നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ മേഖല സംരക്ഷിക്കുന്നതിനും വരും കാലങ്ങളിൽ നിലനിർത്തുന്നതിനും ഉതകുന്നതുമായ ഒരു പാക്കേജ്, ഒരു ഫർണിച്ചർ നിർമ്മാണ പാക്കേജ് കൂടി അനുവദിക്കണമെന്ന് വ്യാപാര വ്യവസായ സമിതി നെല്ലിക്കുഴി യൂണിറ്റിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. നെല്ലിക്കുഴി ടൗണിലൂടെ തന്നെ റോഡ് വികസിപ്പിക്കുന്ന വിധത്തിലാണ് അലൈൻമെന്റ്. റോഡ് വികസനത്തിനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പിൽ പുരോഗമിക്കുകയാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ചിരുന്നു. KCV ന്യൂസ്, കോതമംഗലം.